എത്ര ചെറിയ ചാനലും യൂട്യൂബിൻ്റെ സെർച്ചിൽ എത്തിക്കാം. ഹൗ ടു മേക്ക് മൈ യൂട്യൂബ് ചാനൽ സെർച്ചബിൾ. കൂട്ടുകാർ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് പറയാറുണ്ട്, കാരണം അവരുടെ ചാനലിൻ്റെ പേര് വന്നിട്ട് സെർച്ചിൽ അടിച്ചാൽ അത് ശരിക്കും വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. പിന്നെ അവരുടെ വീഡിയോ ചാനൽ യൂട്യൂബ് സെർച്ചിങ്ങിൽ വരുന്നില്ല. അവരുടെ നെയിമൊക്കെ വെച്ച് സെർച്ച് ചെയ്യുമ്പോഴേക്കും അതേ പേരിലുള്ള വേറെ ഒരുപാട് ചാനലുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഈ ഒരു പ്രശ്നം നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം, അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളുടെ ചാനലിനെ സെർച്ചിൽ എത്തിക്കാം, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സ് ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പലർക്കും ഇപ്പം നമ്മൾ ഒരു ക്രിയേറ്ററുടെ അടുത്ത് യൂട്യൂബ് ചാനലിൻ്റെ പേര് ചോദിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ആ പേര് വന്നിട്ട് സെർച്ച് എഞ്ചിനിൽ അടിക്കുമ്പോഴേക്കും ആ ഒരു പേരിലുള്ള വേറെയും പല ചാനലുകളും വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഈ ക്രിയേറ്ററുടെ ചാനൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താ അതിനെപ്പറ്റി ചെയ്യാവുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ആ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മുമ്പിൽ വരുന്ന ഒരു ആലോചനയാണ്, നമ്മളുടെ ചാനലിന് എന്ത് പേരിടും. ഒരു കുഞ്ഞ് ജനിച്ചാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരിടുമോ അതേ ആകാംക്ഷയോടെ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ചാനലിന് എന്ത് പേരാണ് ഇടേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പലരും ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ചാനലിന് എന്ത് പേരിടും എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കാറില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്കൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു തോന്നിയൊരു പേരിടും. എന്നിട്ട് ചാനൽ ഒരു നല്ല റീച്ചിൽ എത്തുമ്പോഴേക്ക് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെന്തോ നമുക്ക് ഈ നെയിം നന്നായിട്ട് തോന്നുന്നില്ല, വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്ന് ചിന്തിക്കും, അല്ലേ? അപ്പോൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പോപ്പുലറായ ഏതെങ്കിലും ചാനലിൻ്റെ പേര് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിന് സാമ്യമായിട്ടുള്ള പേരുകൾ ഇടുമ്പോൾ നമ്മുടെ ചാനൽ അതുപോലെ പോപ്പുലറാകും, ഇല്ലെങ്കിൽ ഹിറ്റാകും എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പേരുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ചാനൽ തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള പോപ്പുലറായിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെ പേരുകളൊക്കെ സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു പേര് സെർച്ച് ചെയ്യുമ്പോഴേക്കും ആ പോപ്പുലറായിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ചാനലുകൾ തന്നെയായിരിക്കും ആദ്യം യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുവരിക സെർച്ച് എഞ്ചിൻ വഴി. അപ്പോൾ നമ്മൾ ആ ഒരു പിഴവ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത കാര്യം നമ്മൾ ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ ചാനലിന് യൂട്യൂബിൻ്റെ സെർച്ചിൽ എങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ടിപ്സുകൾ ചെയ്താൽ നമ്മൾ തീർച്ചയായും ചാനലിൻ്റെ പേര് നമ്മൾക്ക് സെർച്ചിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു 3 നല്ല കണ്ടൻറ്റ് അല്ലെങ്കിൽ 3 യുണീക്കായിട്ടുള്ള കണ്ടൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു 3 വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും യുണീക്കായിട്ടുള്ള നല്ലൊരു വീഡിയോ തയ്യാറാക്കണം. ഇപ്പോൾ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നീട് വളരെ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ടാഗ്സൊക്കെ ഒരുപാട് കൊടുക്കാറുണ്ട്. നമ്മൾക്ക് വീഡിയോയ്ക്ക് അനുയോജ്യമായ ടാഗ്സുകൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടാഗ്സിൻ്റെ കൂടെ നമ്മളുടെ ചാനലിൻ്റെ പേരും വന്നിട്ട് നമ്മൾക്ക് കീ വേർഡ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ചാനലിന് ഇപ്പോൾ ടെക്കി ലേഡി 969 എന്ന് പറഞ്ഞാൽ ടെക്കി ലേഡി 969 എന്ന് പറഞ്ഞാൽ ആ ചാനലിൻ്റെ പേരും കീ വേർഡ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ രീതി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ തുടക്കക്കാർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെയുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോനെ പറ്റി എന്തെങ്കിലും കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഇപ്പം 2-3 ഹാഷ്ടാഗൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഒരു ഹാഷ്ടാഗിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ യൂട്യൂബിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സാണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പം ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ പറയുന്നു #വാച്ച് അവേഴ്സ് എന്നോ
ഇല്ലെങ്കിൽ വ്യൂസ് എന്ന് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഷ്ടാഗിൽ എൻ്റെ ചാനലിൻ്റെ പേരും കൂടെ അങ്ങ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതായത് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണെങ്കിൽ ടെക്കി ലേഡി 969 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചാനലിൻ്റെ പേരിങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സെർച്ചിൽ വരും. ഇനി അടുത്ത കാര്യം വന്നിട്ട് നമ്മൾ സാധാരണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിന് പറ്റിയ ടൈറ്റിൽസൊക്കെ അടിപൊളി നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണാം, ആ ടൈറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് എത്ര ക്യാരക്ടേഴ്സിൽ എത്ര വേർഡ്സ് ലെറ്റേഴ്സ് കൊടുക്കാമെന്നുള്ളത് അവിടെ കാണിക്കാറുണ്ടല്ലേ. സാധാരണ 100 ലെറ്റർ വരെ നമ്മൾക്ക് കൊടുക്കാം. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ലെങ്ത്തിനുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തിലെ ലെറ്റേഴ്സ് വന്ന് അങ്ങ് വിട്ട് കളയും. അപ്പം അങ്ങനെ ബാക്കി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ ആ ബാക്കി വരുന്ന ലെറ്റേഴ്സിന് നമ്മുടെ ചാനലിൻ്റെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈറ്റിലും നമ്മൾ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ, ചാനലിൻ്റെ പേര് ഇടുന്നത് തൊട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ഇടുന്നതിൻ്റെ കൂടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ടൈറ്റിലിൽ നമ്മൾ ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യണം. പലരും ചെയ്ത് കാണും, പക്ഷേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ YT സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ കീവേഡ്സ് കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ അതിലുണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും അതിൽ പോകാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിച്ചാൽ ഞാനതൊരു വേറൊരു വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ചാനലിൻ്റെ കീവേഡ്സ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള കീവേഡ്സൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ ചാനലിൻ്റെ പേരും കൂടെ ആ കീവേഡ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴിയുന്നത് നമ്മുടെ വീഡിയോയിൽ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളുടെ ചാനലിൻ്റെ പേര് കൊടുത്താൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനും നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ തന്നെ അത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് പലരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിൽ പലരും നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് വന്നിട്ട് അടുത്തവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലേ. അപ്പം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരോട് എന്താ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ലിങ്കിൽ അടിച്ചിട്ട് അവർ ഒരിക്കലും വീഡിയോയിലോട്ട് പോകരുത്. പക്ഷേ അതിന് പകരം നമ്മൾ നേരെ വന്ന് യൂട്യൂബിന് സെർച്ചിൽ പോയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ചാനലിനകത്തോട്ട് കയറുക. എന്നിട്ട് അവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ ആഗ്രഹമുണ്ടോ അവിടെ നിന്നും സെർച്ച് ചെയ്ത് പോയിട്ട് വീഡിയോസ് കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ധാരാളം പേര് നമ്മുടെ ചാനലിൻ്റെ നെയിം ടൈപ്പ് ചെയ്തിട്ട് അവിടെ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ചാനലിൻ്റെ പേര് വന്നിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴേക്കും അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ടെക്നിക്സും ടിപ്സും ഒക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിൽ സെർച്ചിൽ വരും. കാരണം അത് സെർച്ചിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ അടുത്തവരോട് നമ്മുടെ ചാനലിൻ്റെ പേര് ഷെയർ ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് അവർക്ക് നമുക്ക് ചാനൽ കണ്ടുപിടിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലരും നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ ചാനൽ പേര് കൊടുക്കുമ്പോഴേക്കും അവർ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇതാണോ ഈ പ്രൊഫൈലാണോ അതാണോ ഈ പേരാണോ ഇതിൽ കുറേ ഒരുപോലത്തെ പേരുകൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ചാനലിൻ്റെ പേര് നമ്മൾ സെർച്ച് എഞ്ചിനിൽ കൊണ്ടുവരാനായിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എപ്പോഴും പറയാറുള്ളത് പോലെ മറക്കാതെ എനിക്ക് ലൈക്ക് തരിക. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നവർ ലൈക്ക് തരാൻ മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴേ ഒരു ലൈക്കോടെ കാണാൻ തുടങ്ങുക. അപ്പം വീഡിയോ തീർന്നു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മറക്കാതെ അത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും അയ്യോ ഈ വീഡിയോസൊക്കെ കാണാൻ വയ്യ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുക, വീഡിയോസൊക്കെ ഇടുക, പിന്നെ സമയം വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചാനലിന് നല്ല ഗ്രോത്ത് കിട്ടും. ഇതൊക്കെ അറിയാതെ നമ്മൾ പല തെറ്റുകളും വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റുകൾക്കൊക്കെ ഒരു പരിഹാരമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോസിലൊക്കെ സെർച്ച് ചെയ്യുന്നതിനേക്കാളും
വളരെ എളുപ്പമാണ്. ആദ്യമേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നാളെ അടുത്ത ദിവസം രാവിലെ ഇന്ന് 9 മണിക്കാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വൈകുന്നേരം എല്ലാ ദിവസവും 6 മുതൽ 6:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.